ഷെൻ പി ചെക്കുട്ടി മുതിർന്ന മാധ്യമപ്രവർത്തനോടൊപ്പം ടെലിഫോണിൽ. ഷെൻ പി ചെക്കുട്ടിയും ഈ വിവാദങ്ങൾ സത്യത്തിൽ ഈ പരാതിയുടെ മൂലകാരണക്കാരനായ ഷർഷാദ് എന്ന വ്യവസായി ഇതിനു മുൻപും വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പല വിവാദങ്ങളും ഉണ്ടാക്കി കേരളത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ആളാണ്. ഈ വളരെ സബ്സ്റ്റാൻഡേർഡ് യൂട്യൂബ് ചാനലുകളുമായി ബന്ധം ഉണ്ടാക്കുകയും അതുവഴി കേരളത്തിൽ ചില പ്രത്യേക താല്പര്യങ്ങൾ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് അവഗണിക്കപ്പെട്ട ആളാണ്. അദ്ദേഹമാണ് വീണ്ടും ഇതിലെ ഒരു പ്രധാന കണ്ണിയായിട്ട് രംഗപ്രവേശനം ചെയ്യുന്ന ആൾ. അപ്പോൾ അതിനെ ആ ഗൗരവത്തിൽ കണ്ടാൽ മതി എന്ന് CPM-ഉം CPM-നോടൊപ്പം നിൽക്കുന്ന ആൾക്കാരും പറയുന്നു. പക്ഷേ ഇതിനപ്പുറത്ത് അതിന് വേറൊരു തലമുണ്ടോ? കിട്ടുന്ന ഏത് സാധ്യതയെയും പ്രയോജനപ്പെടുത്തുക എന്നാഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ചില ആളുകൾ പാർട്ടിക്കകത്ത് തന്നെ പ്രവർത്തിക്കുന്നു എന്ന് വിലയിരുത്താൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടോ? അല്ല, രണ്ട് കാര്യങ്ങൾ ഇതിൽ കാണാം. ഒന്നാമത്തെ കാര്യം, ഈ ഷർഷാദ് എന്ന് പറയുന്ന ആള് തന്നെയാണ് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന്റെ സമയത്ത് ഈ ലണ്ടനിൽ നിന്നുള്ള പ്രത്യേക പ്രതിനിധിയെ കുറിച്ചുള്ള ഒരു പരാതി ഉന്നയിക്കുന്നത്. ഇപ്പൊ ലണ്ടനില് പാർട്ടിക്കൊരു എന്താ പറയാ, പാർട്ടിക്ക് ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഉള്ളതായിട്ട് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഒരാള് പാർട്ടി സമ്മേളനത്തിലേക്ക് പ്രതിനിധിയായിട്ട് കൊണ്ടുവരുന്നു. ആ സമയത്താണ് പരാതി ഉന്നയിക്കപ്പെടുന്നത്. ആ പരാതി പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള അശോക് ദാവളെയാണ് പാർട്ടിയുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. തുടർന്ന് സംഭവിച്ചത് എന്താണ്? അദ്ദേഹത്തെ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കേണ്ടത്. എലക്റ്റഡ് ആയിട്ടുള്ള സമ്മേളനത്തിലേക്ക് പ്രതിനിധിയായിട്ട് എലക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ ഏകപക്ഷീയമായിട്ട് പുറത്താക്കാൻ ഒരു കമ്മിറ്റിക്ക് ഒരു അവകാശവും ഇല്ല. പക്ഷെ അത് ചെയ്തു. എന്തുകൊണ്ട് ചെയ്തു? അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന പരാതി വളരെ ഗൗരവമുള്ളതാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അന്ന് സമ്മേളന പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ പുറത്തു കളഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ വിലയിരുത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വിഷയമായിട്ട് വരുന്നത്. ആ രേഖ പുറത്തു വന്നു. അതൊക്കെ പാർട്ടി വിശദീകരിക്കേണ്ടതാണ്. രേഖ പുറത്തു വന്നു. പാർട്ടി അത് പത്രസമ്മേളനത്തിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് അന്ന് തന്നെ പറയാമായിരുന്നു, ഇങ്ങനൊരു പരാതി കിട്ടിയിട്ടുണ്ട്, ഈ അതാണ് പരാതി എന്ന് പറയാമായിരുന്നു. അതിന് പകരം അവരത് പൂഴ്ത്തിവെച്ചു. ആ പൂഴ്ത്തിവെച്ച സാധനം ആരോ ലീക്കാക്കി. അതിനുശേഷം അത് കോടതിയിൽ വന്നപ്പോൾ ഇദ്ദേഹം വീണ്ടും പരാതി ഉന്നയിച്ചു. അപ്പൊ ഇതിന്റെ സീക്വൻസ് നോക്കിയാല് ഇത് ഒരു വലിയ ഗൗരവമുള്ള വിഷയമാണെന്ന് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്, അത് ബോധ്യപ്പെടുത്തിയിരുന്നത് പാർട്ടി പോളിറ്റ് ബ്യൂറോ ആണ്. അവരുടെ സമ്മേളന പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ പാർട്ടി സമ്മേളനത്തിൽ നിന്ന് പുറത്താക്കിയത് വഴിയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. ആലോചിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാണ് ഏകപക്ഷീയമായി തലേന്ന് രാത്രി പുറത്താക്കണമെങ്കിൽ എത്ര ഗൗരവമുള്ള വിഷയമായിരിക്കണം അത്. അപ്പൊ അതുകൊണ്ട് പാർട്ടി സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി ആക്ച്വലി പാർട്ടി സമ്മേളനത്തിൽ എടുക്കില്ലല്ലോ, നമ്മളെ ആരും എടുത്തിട്ടില്ലോ. അപ്പൊ ലണ്ടനിലുള്ള ഒരാളെ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പിന്നെ ചില സാധ്യത താല്പര്യങ്ങൾ അടിസ്ഥാനത്തിലാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള ഒരു ഉന്നതമായിട്ടുള്ള വ്യക്തിത്വമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് സമ്മേളന പ്രതിനിധിയാവാൻ ഒരേ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് വിഷയം വിശദീകരിക്കുന്നത് പാർട്ടി പോളിറ്റ് ബ്യൂറോ ആണ്. ഇതൊന്നും ഞങ്ങൾ ഏൽക്കൂലെന്ന് പറഞ്ഞാൽ ഏൽക്കൂലെന്നുള്ള ശരിയാണ്, എന്ത് എഴുതാനാ. പക്ഷെ അതല്ലല്ലോ വിഷയം. വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തിയത് വളരെ വിശദീകരിക്കേണ്ടതാണ്. ഇതിനകത്ത് ഈ വിഭാഗീയ താല്പര്യം പ്രവർത്തിച്ചു എന്നുകൂടി കാണേണ്ടതുണ്ടോ ശ്രീ ചെക്കുട്ടി? അതുണ്ടാവാം. അതിന്റെ സ്വാഭാവികമായിട്ടും പാർട്ടിയാവുമ്പോൾ പലതരത്തിലുള്ള വിഭാഗീയതകളുണ്ടാവും, പല ഭിന്നതകളുണ്ടാവും. പക്ഷെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. അടിസ്ഥാനപരമായിട്ട് കണ്ണൂരിൽ ഇപ്പൊ MP ഗോവിന്ദനെതിരായിട്ട് വിഭാഗീയത പ്രവർത്തനം നടത്തിയ ആളാണോ പിന്നെ ഈ പാർട്ടി സമ്മേളനത്തിലേക്ക് ആളെ കൊണ്ടുവന്നത്? അയാൾ പുറത്താക്കിയത് വിഭാഗീയ പ്രവർത്തനമായിട്ട് കാണാൻ കഴിയുമോ? പാർട്ടി പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരാൾ വന്നു അത് വിശദീകരിക്കേണ്ട. ഈ ഗോവിന്ദനും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണ് അത് വിശദീകരിക്കേണ്ടത് പോളിറ്റ് ബ്യൂറോ അല്ലേ? പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് ഗോവിന്ദൻ വിശദീകരിക്കട്ടെ. എനിക്ക് ലണ്ടനിൽ എന്താ ബന്ധം, ഇദ്ദേഹമായിട്ടുള്ള ബന്ധം എന്താണ് അത് വിശദീകരിക്കാതെ ഇതൊക്കെ പുകമറയാണ് എങ്ങനെ ശരിയാവുക? പൊതുവെയുള്ള ആളുകൾ അവരുടെ ബന്ധങ്ങളൊക്കെ ആലോചിച്ചിട്ടേ ആരുമായിട്ടാണ് അവർ ബന്ധപ്പെടുന്നത്. അതെല്ലാം പരിശോധിക്കാനും ഉത്തരവുണ്ട്. പുകമറ എന്ന് പറഞ്ഞിട്ടൊന്നും വിഷയങ്ങളിൽ രക്ഷപ്പെടാൻ അവർ കഴിയില്ല. അതൊരു ഗൗരവമുള്ള വിഷയമാണ്, പൊതുസമൂഹത്തിന് മുമ്പ് വിഷയമാണ്. അത് പരിശോധിക്കപ്പെടുക തന്നെ വേണം.